ഓപ്പോ റെനോ 13F 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ റെനോ 13F 4G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ റെനോ 13Fൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. OLED പാനൽ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1200 നിറ്റ്സ് ആയിരിക്കും. പിന്നെ ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ 2ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. പിന്നെ IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു IP റേറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ ആയിരിക്കും എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ ഹീലിയോ G100 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇതൊരു 5G പ്രോസസ്സർ അല്ല, 4G പ്രോസസ്സറാണ്. 5G സപ്പോർട്ട് ഉണ്ടാവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 14,000 അല്ലെങ്കിൽ 13,000 രൂപയ്ക്ക് താഴേക്ക് തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കും ഇത്. അതിലും കൂടുതലൊക്കെയാണ് വില എന്നുണ്ടെങ്കിൽ ഡിസപ്പോയിന്റിങ് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൽ 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 8GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ വരും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ട് വരുന്നതായിരിക്കും. NFC സപ്പോർട്ട് വരും. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. OSന്റെ സപ്പോർട്ട് വരും. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരിക 112 ഡിഗ്രി ആയിരിക്കും. പിന്നെ 2 മെഗാ പിക്സൽ ഒരു മാക്രോ ലെൻസും ഇതിൽ വരും. ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 5800 mAh ബാറ്ററി വരും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നതായിരിക്കും. 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നതായിരിക്കും. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പം ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. വിലയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പോയുടെ ഓഫ്ലൈൻ ഫോണായിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ വില കുറച്ചൊക്കെ കൂടുതലാവാനാണ് ചാൻസ്. ചിലപ്പോൾ ഒരു 15,000-16,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ഫോണിൻ്റെ വില എത്തിയേക്കാം. ഇവൺ ഒരു 18,000 രൂപ പ്രൈസ് റേഞ്ചിലും എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പാണ്, തിരക്കേടില്ലാത്തൊരു നല്ല ക്യാമറ സെറ്റപ്പുമാണ്, അതുപോലെ തന്നെ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ്. പക്ഷേ പ്രോസസ്സർ ആ ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കില്ല. എന്തായാലും ഓപ്പോ റെനോ 13F 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യയിൽ ലോഞ്ച് എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം, പക്ഷെ അതിനെ പറ്റിയുള്ള കൺഫർമേഷൻസ് വന്നിട്ടില്ല. പിന്നെ ഇന്ത്യയിൽ വേറെ അതിനൊക്കെ പേരിലായിട്ട് ലോഞ്ച് ചെയ്യാനും ചാൻസ് ഉണ്ട്. ചിലപ്പം A സീരീസിൽ വരുന്ന ഒരു ഫോണൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഓപ്പോയുടെ റെനോ 13F 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.